ഹലോ ഡിയേഴ്സ്, നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്യാത്ത ലെവലിൽ നിങ്ങൾക്ക് ഓറിലേക്ക് ലൈംഗികബന്ധത്തിൽ ഏർപ്പെടാൻ വേണ്ടി ആഗ്രഹമുണ്ടോ? ഒരു 12 നീക്കങ്ങൾ നിങ്ങൾ ഇതുവരെയായിട്ട് ട്രൈ ചെയ്തിട്ടില്ലാത്ത ചില നീക്കങ്ങളെ പറ്റിയിട്ടാണ്. ചിലപ്പോൾ ട്രൈ ചെയ്തിട്ടുണ്ടാവും കേട്ടോ, എന്നാലും മിക്കവരും ചെയ്തിട്ടുണ്ടാവില്ല. അതിനെപ്പറ്റിയുള്ളതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് കൂടുതലായിട്ട് നിങ്ങളുടെ പങ്കാളിയായിട്ടൊക്കെ അടുക്കാനും കൂടുതൽ നന്നായിട്ടൊക്കെ ഓറിലേക്ക് ലൈംഗികബന്ധത്തിൽ ഏർപ്പെടാൻ വേണ്ടിയിട്ട് സാധിക്കുകയും ചെയ്യും. കുറേ ആളുകൾക്കൊക്കെ മലദ്വാരത്തിൻ്റെ ഭാഗത്ത് ഉത്തേജിപ്പിക്കുന്ന, അപ്പോൾ വിരലുകൾ കൊണ്ടോ നാവുകൾ കൊണ്ടൊക്കെ ഉത്തേജിപ്പിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അങ്ങനെ വേണമെങ്കിൽ ഉത്തേജിപ്പിക്കാം. പക്ഷെ വളരെ നന്നായിട്ട് വൃത്തിയായിട്ട് രണ്ടുപേരും കുളിച്ചതിന് ശേഷം ഡാം പോലുള്ളവയൊക്കെ യൂസ് ചെയ്തിട്ട് വേണം അവിടെ അങ്ങനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ. കാരണം കുറേയധികം മോശം ബാക്ടീരിയാസ് ഒക്കെ അവിടെയുണ്ട്. ഇഷ്ടമുള്ളവർക്ക് വളരെയധികം സ്റ്റിമുലേഷൻ നൽകുന്നതാണ്. കാരണം കുറേയധികം നെർവ് എൻഡിങ്സ് ഒക്കെ ഉള്ള ഭാഗം തന്നെയാണ് അതും. അപ്പോൾ വായും കൊണ്ടൊക്കെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ച് അവർ എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് നോയ്സൊക്കെ പുറപ്പെടുവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും നല്ല രീതിയിൽ അത് ആസ്വദിക്കുന്ന രീതിയിൽ തന്നെ നിങ്ങളുടെ നോയ്സ് പുറപ്പെടുവിപ്പിക്കുന്നത് രണ്ടുപേർക്കും കൂടുതൽ ഉത്തേജനം നൽകാമെന്നൊക്കെ കാരണമാകും. ഇത് നിങ്ങളുടെ ഓറിലേക്ക് ലൈംഗികബന്ധത്തിൽ ഏർപ്പെടുന്ന കുറച്ചും കൂടി നന്നാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. അതുപോലെ ഗ്രൈൻഡിങ് ചെയ്യുന്നത്, അതിപ്പോൾ മൂക്കും മുഖവും ഒക്കെ ആവാം, അല്ലെങ്കിൽ മറ്റ് ശരീരഭാഗങ്ങളൊക്കെ ആകാം. ഏത് ഭാഗത്താണ് ഇപ്പോൾ ശരീരം സൈഡ് ടു സൈഡ് എങ്ങനെയാണെങ്കിലും നിങ്ങളുടെ രണ്ട് ശരീരഭാഗം തമ്മിൽ ഓപ്പോസിറ്റായിട്ട് ഘർഷണം വരുന്നത്, ഗ്രൈൻഡ് ചെയ്യുന്നത് വളരെ നല്ലൊരു ഫീൽ ഗുഡ് ഉണ്ടാക്കാൻ വേണ്ടി സഹായിക്കും. അതുപോലെ ചില പുരുഷന്മാർക്ക് അവരുടെ പ്രോസ്റ്റേറ്റ് ഉത്തേജിപ്പിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. രക്തത്തിന് മുമ്പിലായിട്ട് വരുന്ന ഭാഗം, ആ സ്ഥലത്തൊക്കെ വിരൽ കൊണ്ടോ അല്ലെങ്കിൽ നാവ് കൊണ്ടോ ഒക്കെ ഉത്തേജിപ്പിക്കുന്നത് അവർക്ക് കൂടുതലായിട്ട് നല്ല രീതിയിൽ ഒരു വാൾനട്ട് പോലിട്ടുള്ള ഒരു ഗ്രന്ഥിയാണ് അല്ലേ അത്. അപ്പോൾ അത് സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് കൂടുതലായിട്ട് അവർക്ക് ഫുൾ ബോഡിയിലൊരു രതിമൂർച്ച കിട്ടാനൊക്കെ സഹായിക്കും. അപ്പോൾ ഇതിലേക്കൊക്കെ എത്താൻ വേണ്ടിയിട്ട് ആദ്യം വേണ്ടത് ലൈംഗികതയോടൊരു ത്വര വേണം അല്ലേ. അത് ചെയ്യാനൊരു എനർജി വേണം. അതിന് രണ്ടുപേരെ സഹായിക്കുന്ന ഒരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്തട്ടെ. നേച്ചർമാനിൻ്റെ ശിലാജിത്താണ്. ഇതാണെങ്കിൽ രണ്ടുപേർക്കും ഒരുപോലെ തന്നെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. ലൈംഗികതയോടൊക്കെ താല്പര്യം കൂട്ടാൻ വേണ്ടിയിട്ടും സ്ട്രെസ്സും ആങ്സൈറ്റിയൊക്കെ കുറച്ച് നല്ല റിലാക്സ്ഡ് ആവാനും അതുമൂലം ഉണ്ടാകുന്ന ശീഘ്രസ്ഖലനമൊക്കെ തടയാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കും. അതുപോലെ എനർജി ബൂസ്റ്ററാണ്. നിങ്ങളുടെ സ്റ്റാമിന കൂട്ടാൻ വേണ്ടി സഹായിക്കുന്നു. ഹാർട്ടിന് വളരെ നല്ലതാണ്. നിങ്ങൾ ഓവറോൾ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ നല്ലതാണ്. നിങ്ങളുടെ സെല്ലുലാർ ഹെൽത്തിന് മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഇങ്ങനെ നിങ്ങൾ വൈറ്റാലിറ്റി കൂട്ടാനും ഒക്കെ പറ്റിയിട്ടുള്ളൂ നല്ലൊരു വെൽനസ് പ്രോഡക്റ്റ് തന്നെയാണ് നേച്ചർമാനിൻ്റെ ശിലാജിത്ത്. ഇതിൽ പൊട്ടാസ്യം, ഫ്ലൂവിക് ആസിഡ്, അതുപോലെ മഗ്നീഷ്യം, അയേൺ എല്ലാം അടങ്ങിയിട്ടുണ്ട്. ഹൈ ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. സ്ത്രീക്കും പുരുഷനും ഒരുപോലെ നല്ല ഗുണങ്ങൾ പ്രദാനം ചെയ്യാൻ കഴിവുള്ളതാണ്. ഇത് നിങ്ങളൊരു പയറിൻ്റെ മണി എത്രയാണോ അത്രയും എടുക്കുക. എന്നിട്ടൊരു ചൂടുവെള്ളത്തിലോ ചൂടുവെള്ളത്തിലെടുത്തിട്ട് അതിൽ നന്നായിട്ട് ലയിപ്പിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രിങ്ക് അതിനകത്ത് നന്നായിട്ട് ലയിപ്പിച്ചാൽ മതിയോ, മറ്റാവല്ലോ കേട്ടോ. ലയിപ്പിച്ച് നമുക്ക് കുടിക്കാവുന്നതാണ്. ദിവസം 2 നേരം കുടിക്കാവുന്നതാണ് കേട്ടോ. വളരെ പ്യുവറായിട്ടുള്ള ഈ ശിലാജിത്ത് കിട്ടാൻ വേണ്ടി നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ഫസ്റ്റ് കമൻറ്റായിട്ടും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത മൂവിലോട്ട് പോകാം. നിങ്ങൾ ഡയറക്റ്റായിട്ട് വേഗം പോയിട്ട് നിങ്ങളുടെ സ്വകാര്യ ഭാവത്തേക്ക് ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് നിങ്ങളുടെ ഇന്നർ തൈ, അതുപോലെ മുലകൾ, അതുപോലെ ശരീരത്തിൻ്റെ മുഴുവൻ ഭാഗവും നിങ്ങളുടെ ബ്രീത്ത് അറിയട്ടെ, നിങ്ങളുടെ ഉമ്മ വെക്കട്ടെ. നിങ്ങളുടെ ഓരോ ഭാഗവും നന്നായിട്ട് ഉണർത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുൾ ബോഡി കിട്ടുന്ന രതിമൂർച്ച കിട്ടാൻ വേണ്ടി സഹായിക്കും. അതുപോലെ തന്നെ സ്ത്രീ പങ്കാളിയുടെ യോനിയിൽ 2 ദളങ്ങൾ വരുന്ന ഭാഗത്ത് നിങ്ങളുടെ വിരലുകൾ അകത്തി വെച്ച് നിങ്ങളുടെ നാവ് മുകളിലോട്ടും താഴോട്ടും ചലിപ്പിക്കുന്നത്, അതായത് ക്രിസരീൻ്റെ ഭാഗത്തൊക്കെ കൂടെ നന്നായിട്ട് നാവ് കൊണ്ടൊക്കെ ചലിപ്പിക്കുന്നു. കൂടുതലായിട്ട് അവർക്ക് നല്ല രതിമൂർച്ച കിട്ടാൻ വേണ്ടിയൊക്കെ സഹായിക്കും. നല്ലൊരു മൂവാണ് കേട്ടോ. റൈറ്ററായിട്ടുള്ള എമിലി മോഴ്സി പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഇപ്പം നിങ്ങൾ ഇപ്പോൾ സ്ത്രീനെയാണെങ്കിലും പുരുഷൻ ഉത്തേജിപ്പിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് നിങ്ങൾക്ക് എൻകറേജ് ചെയ്യുക, എവിടെ ചെയ്യൂ, ഇങ്ങനെ ചെയ്യൂ, നിങ്ങൾക്ക് അവരെ തൊടിയിപ്പിക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോൾ അവർക്കും കുറച്ച് എൻകറേജ്, അവർക്കും കൂടുതൽ നന്നായിട്ട് ഓണാകാനും പറ്റും, നിങ്ങൾക്കും കൂടെ ഓണാകാനും പറ്റും. ഇത് കൂടുതൽ നന്നായിട്ട് നിങ്ങളുടെ ഓറിലുള്ള ലൈംഗികത്തെ നന്നാക്കും. അതുപോലെ ഇത് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ എൻജോയ്മെൻറ്റ് എക്സ്പ്രസ് ചെയ്യണം. ഡു ഇറ്റ്, അല്ലെങ്കിൽ ഗ്രേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താണോ അപ്പോൾ തോന്നുന്നത് അത് നന്നായിട്ട് നിങ്ങൾ എക്സ്പ്രസ് ചെയ്യണം. നിങ്ങൾ എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിൽ എൻജോയ് ചെയ്യുന്നുണ്ടോ, നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ഇഷ്ടമല്ല എന്നുള്ളത് കാണിക്കണം. അത് കഴിഞ്ഞിട്ടുള്ളൊരു മൂവാണ് നിങ്ങൾ ഫീഡ്ബാക്ക് ചോദിക്കണം. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഉണ്ടായിരുന്നു ചെയ്തത്, ഈ സെക്ഷൻ കുഴപ്പമില്ലായിരുന്നോ, ഇങ്ങനെയൊക്കെ നിങ്ങളുടെ എങ്ങനെയായിരുന്നോ ഇത് നിങ്ങളുടെ ഫീഡ്ബാക്ക് നന്നായിട്ട് രണ്ടുപേരും അറിഞ്ഞിരിക്കണം. ഇത് കൂടുതൽ നന്നായിട്ട് ലൈംഗികത ആസ്വദിക്കാൻ വേണ്ടി സഹായിക്കും. Okay, thanks for watching my video. See you next time with a new topic. Bye bye.